ഗസയിൽ ഭരണമാറ്റത്തിന്റെ സാഹചര്യം വന്നാൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഹമാസ് പ്രസ്താവിച്ചു. അൽ ജസീറയുമായിട്ട് നടത്തിയ അഭിമുഖത്തിലാണ് ഹമാസ് മേധാവി ഈ കാര്യങ്ങൾ. ഇപ്പോൾ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാണെന്നും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുക എന്നല്ലാതെ ഇവിടെ സാമൂഹ്യപരമായിരിക്കുന്ന ഒരു മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, യഥോവിധം പ്രയാസമാണ് ഫലസ്തീനുകൾ അനുഭവിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഹമാസ് ഒഴിഞ്ഞു മാറുമോ എന്ന ചോദ്യത്തിന് മറുപടിയായി ജനാധിപത്യ സംവിധാന പ്രക്രിയ ഉണ്ടല്ലോ, അങ്ങനെ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ജനാധിപത്യമായി തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് ഗസക്കാർ വീണ്ടും അധികാരത്തിൽ വരട്ടെ, ഹമാസ് ആ പേരിൽ നിന്ന് മാറി നിൽക്കാൻ തയ്യാറാണ് എന്നൊരു പരാമർശം നടത്തിയത്. ഇത്തരം ഒരു അഭിമുഖം ഇതിന് മുൻപ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ചില സന്ദേഹങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് കാര്യം ഹമാസിൻ്റെ പേരിൽ നിന്ന് മാറി നിൽക്കുകയും അതോടൊപ്പം തന്നെ മറ്റൊരു പേരിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറയാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറി എന്നാണ് അന്നത്തെ വിഷയം. എന്നാൽ ഇപ്പോൾ അത് കുറച്ചും കൂടി കൃത്യമായിരിക്കുന്നു. ഗസയുടെ ചില ഭാഗങ്ങളിലെല്ലാം ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒരു ഫലസ്തീൻ കൊല്ലപ്പെട്ടതും ഒരുപാട് പേർക്ക് പരിക്കേറ്റ വിവരം പുറത്തു വന്നു. അപ്പോൾ ഇസ്രായേലിൻ്റെ ആക്രമണം അവസാനിച്ചിട്ടില്ല, സമാധാനമുണ്ടായിട്ടുണ്ട് എന്ന് ട്രംപ് പറയുക എന്നല്ലാതെ ഏത് മേഖലയിലാണ് സമാധാനമുണ്ടായത് എന്ന് ഹമാസ് അൽ ജസീറയോട് ചോദിക്കുന്നതും ദൃശ്യമാണ്. ജനാധിപത്യ പ്രക്രിയയെ ആരും അട്ടിമറിക്കില്ല, ആ സംവിധാനം ലോകത്ത് വേണം എന്ന് എല്ലാവരും പറയുന്നു. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലൊക്കെ ഒരു ജനാധിപത്യ രാജ്യമാണ്. തെരഞ്ഞെടുപ്പ് നടക്കട്ടെ, തെരഞ്ഞെടുപ്പ് പ്രകാരം ആരാണോ ഗസയിൽ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരുന്നത് അവർ ഭരിക്കട്ടെ, നമ്മൾക്കതിന് വിരോധമില്ല. ആ രീതിയിൽ പറയുന്ന സമയത്ത് അതിനൊരു രാഷ്ട്രീയ മാനമുണ്ട്. കാര്യം ഹമാസ് എന്ന് പറയുന്ന സംഘടന ഗസക്കകത്ത് ഫലസ്തീനികൾക്കിടയിൽ വലിയ രീതിയിലുള്ള സ്വാധീനമുള്ളതും അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംവിധാനവുമാണ്. അതുകൊണ്ട് അവർ നിർദ്ദേശം നൽകുന്നത് മറ്റൊരു പേരിലാണെങ്കിൽ ആ പേരിനോടനുബന്ധിച്ച് വോട്ട് ചെയ്യാൻ പോലും ഗസക്കാർ തയ്യാറാണ്. 23 ലക്ഷം ആളുകളാണ് ഈ മേഖലയിൽ ജീവിക്കുന്നത്. അപ്പോൾ ഹമാസ് മാറി നിന്നാൽ പുതിയൊരു സംവിധാനം വന്നാൽ അതിനെപ്പോലും നിയന്ത്രിക്കുന്നത് യഥാർത്ഥത്തിൽ ഹമാസ് തന്നെ ആയിരിക്കും എന്നൊരു പേടി യഥാർത്ഥത്തിൽ ആർക്കുണ്ട്? ഈ ഇസ്രായേലുണ്ട്. ആ പേടി ദൂരീകരിക്കേണ്ടത് ഞങ്ങളല്ല എന്നുള്ളതാണ് ഒറ്റവാക്കിൽ അതിന് നൽകിയിരിക്കുന്ന മറുപടി. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടേക്ക് അറബ് സൈനികളെ അയക്കണം, അതിന് അമേരിക്ക നേതൃത്വം നൽകണം, ഇസ്രായേൽ നേതൃത്വം നൽകണം. മാത്രമല്ല ഏതൊക്കെ സൈന്യങ്ങളാണ് വരേണ്ടത് എന്നുള്ളത് ഇസ്രായേൽ തീരുമാനിക്കണം. അപ്പോൾ ഒരു സർവാധിപത്യത്തെ അടിച്ചേൽപ്പിക്കാനുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ മേഖലയിൽ ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമാണ്. അതിന് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഹമാസിൻ്റെ പക്ഷം. അമേരിക്ക ഈ കാര്യത്തിൽ ഏത് പക്ഷത്ത് നിൽക്കണമെന്ന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ തീരുമാനിച്ചിട്ടില്ല. എങ്ങനെയാണെങ്കിലും ഇസ്രായേൽ അനുകൂലമായിരിക്കുന്ന നിലപാട് അവരുടെ ഭാഗത്ത് ഉണ്ടാവും എന്നുള്ളത് കൃത്യമാണ്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നു, വലിയ വെടിവെപ്പ് നടക്കുന്നു, വലിയ മരണം നടക്കുന്നു, ആളുകളെ കാണാതാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ സങ്കീർണമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. ഒരു കൃത്യമായിരിക്കുന്ന അതിൻ്റെ നിലപാടുകൾ ഇതിന് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അമേരിക്ക കൈയൊഴുകുന്ന സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ യഥോവിധം അവരുടെ താല്പര്യം എന്താണോ അതിനനുസരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ആളുകളുടെ മരണം റിപ്പോർട്ട് ചെയ്യുന്നു. വലിയ സങ്കീർണതയിലേക്ക് വെസ്റ്റ് ബാങ്ക് മാറിയിരിക്കുകയാണ്. ഗസയിൽ ഒരു ഭാഗത്ത് ഇസ്രായേൽ രൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, വെസ്റ്റ് ബാങ്കിൽ മറ്റൊരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നു. മാത്രമല്ല വെസ്റ്റ് ബാങ്കിൻ്റെ അതിർത്തി പങ്കിടുന്ന ജോർദാൻ്റെ അതിർത്തിയിലേക്ക് ഇസ്രായേലിൻ്റെ സൈന്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ മൗനത്തിലാണ്, വല്ലാത്ത രീതിയിൽ ഇടപെടലും നടത്തുന്നില്ല. തങ്ങൾ യുദ്ധത്തിൽ കക്ഷിയായി ചേരുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. രണ്ടാമത്തൊരു വിഷയം, രാജഭരണ സംവിധാനം നിലനിൽക്കുന്ന പ്രദേശമാണ് പല ഭാഗങ്ങളും എന്നതിനാൽ ആ ഭാഗത്ത് ജനാധിപത്യപരമായിരിക്കും എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കുമോ എന്ന് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിലെ ഭരണാധികാരികൾ ഭയപ്പെടുന്നു. അതിനപ്പുറം അവിടുത്തെ ജനങ്ങളെ അവർ പേടിക്കുകയും ചെയ്യുന്നു. കാരണം ജനകീയപരമായിരിക്കുന്ന ഒരു പ്രക്ഷോഭങ്ങളോ വിഷയങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ ഭരണത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാവാൻ സാധ്യതയുണ്ട് എന്നൊരു പ്രയാസം അവർക്കുണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് കലുഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഗസയുടെ രാഷ്ട്രീയം നീങ്ങുന്നത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇപ്പോൾ അതോടനുബന്ധിച്ചുകൊണ്ട് ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. സംഭവം ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ സംസാരിച്ചതെങ്കിലും ഇപ്പോൾ അതിനപ്പുറമായ രീതിയിൽ വെസ്റ്റ് ബാങ്കിനെയും കൂടി പിടികൂടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വെസ്റ്റ് ബാങ്ക് തങ്ങൾ കീഴടക്കുമെന്നും
ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാവില്ലെന്നും അങ്ങനത്തെ ഒരുപാട് പ്രസ്താവനകൾ പല ഘട്ടങ്ങളിലായി ഇസ്രായേലിലെ മേധാവികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിനൊന്നും കൃത്യമായ രീതിയിൽ മറുപടി അറബ് രാജ്യങ്ങളിൽ നിന്നോ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നോ ഉണ്ടാവുന്നുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി ചെയ്യണം എന്നുള്ളതും എന്തൊക്കെയാണോ യഥാർത്ഥത്തിൽ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ, ആ നിലപാടിനനുസരിച്ചുള്ള രീതി സംവിധാനങ്ങളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ തുർക്കി വലിയ ശക്തമായ രീതിയിൽ ഇസ്രായേലിനെതിരെ സംസാരിച്ച കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. തുർക്കി അങ്ങനെ കൃത്യതയോടുകൂടി തന്നെ സംസാരിച്ചു. ഇപ്പോൾ തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇസ്രായേൽ പറയുന്നത് തുർക്കിയുടെ സൈന്യത്തെ ഫലസ്തീനിലേക്ക് അയക്കില്ല എന്നുള്ളതാണ്. തങ്ങളത് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ആരാണോ ഇസ്രായേലിനെ എതിർത്ത് സംസാരിക്കുന്നത് അവരെ അപ്പാടെ ഒഴിവാക്കുന്ന തരത്തിലുള്ള നിലപാട് ഇസ്രായേൽ സ്വീകരിക്കുന്നു. ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചറിയാം. കാരണം ഇസ്രായേലിൻ്റെ നിലപാടുകൾ അംഗീകരിക്കാത്ത രാജ്യമാണ്. ഇപ്പോൾ തുർക്കിക്കെതിരെ വന്നു, ലെബനാനെതിരെ വന്നു, യമനെതിരെ വന്നു. സർവ്വ മേഖലയിലും അവരെ എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന രീതിയിൽ അമേരിക്കയുടെ സഹായത്തോടു കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് മേഖലയിൽ ഇടപെട്ടാലും യഥാർത്ഥത്തിൽ അതിൻ്റെ പിന്നാമ്പുറം അമേരിക്ക ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കും എന്നുള്ളതും ആ രാജ്യം അങ്ങനെ ഒരു രാജ്യം ഉണ്ടാവുമെന്ന് സ്വപ്നം കാണണ്ട എന്നുള്ളതും വെസ്റ്റ് ബാങ്കും ഗസയും തങ്ങൾ കീഴടക്കുകയും തങ്ങളുടെ സർവാധിപത്യമുള്ള ഒരു സംവിധാനത്തിലേക്ക് തങ്ങൾ അതിനെ എത്തിക്കുമെന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ട് ഇവിടെ ഇറാൻ ചോദിക്കാൻ വളരെ പ്രധാനമായിരിക്കുന്ന ഒരു ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. 165ഓളം രാജ്യങ്ങൾ ഫലസ്തീനെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ട് ആ രാഷ്ട്രത്തെയാണ് ഇസ്രായേൽ ഇങ്ങനെ കൊത്തിത്തിന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ദിവസവും വെസ്റ്റ് ബാങ്കിൻ്റെ അകത്ത് ആളുകൾ കൊല്ലപ്പെടുന്നു. അത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ടായിട്ട് പുറത്തു വരാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം അന്താരാഷ്ട്ര തലത്തിലുള്ള മീഡിയകൾ വല്ലാതൊന്നും യഥാർത്ഥത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇല്ല എന്നുള്ളതാണ്. മേഖലയിൽ പരമാവധി അവർ പ്രവർത്തിക്കുന്നതും അവരുടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഗസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഗസയ്ക്കകത്ത് നടക്കുന്ന വിഷയങ്ങൾ ലോകമെന്ന് അറിയുന്നു, വെസ്റ്റ് ബാങ്കിൽ നടക്കുന്ന വിഷയങ്ങൾ ലോകമെന്ന് അറിയുന്നില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ 2-3 വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ രീതിയിൽ ഭരണ സംവിധാനം വരട്ടെ എന്ന് ഹമാസ് പറഞ്ഞാൽ അതിനെതിർക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം അമേരിക്കക്കും ഇസ്രായേലിനും വരും. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവിടെ ഈ ഗസക്ക് ഈ ഹമാസിനെ പിന്തുണക്കുന്ന വിഭാഗം അധികാരത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇസ്രായേലിനോട് ചോദിക്കപ്പെട്ടു എന്നുള്ള ഹമാസ് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഒരു സാഹചര്യ രീതികളല്ലല്ലോ ഇപ്പം നിലനിൽക്കുന്നത് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് എന്താ കുഴപ്പം, അവരുടെ രാജ്യമൊന്നുമല്ലല്ലോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ഇപ്പോൾ സമ്പൂർണ്ണമായിരിക്കുന്ന ഹമാസിൻ്റെ സർവാധിപത്യം നീങ്ങിക്കിട്ടണം. അത് നീങ്ങിക്കിട്ടണമെങ്കിൽ അവരുടെ ആയുധത്തിൻ്റെ അവസാനത്തെ ആയുധം പിടിച്ചെടുക്കണം. ബങ്കറുകൾ നശിപ്പിക്കണം. ബങ്കറുകൾ നശിപ്പിക്കണമെങ്കിൽ അത് മുഴുവനായി ഈ ഹമാസിൻ്റെ ആളുകൾ രാജ്യം വിട്ടു പോയാൽ അവർക്ക് എവിടെയാണ് ഈ ബങ്കറുകൾ എന്ന് മനസ്സിലാകാൻ പറ്റാതെ വരുന്നത് കൊണ്ട് രാജ്യം വിട്ടു പോകണം എന്നുള്ള അഭിപ്രായം ഇപ്പോൾ ഏറെക്കുറെ ഇസ്രായേൽ ഒഴിവാക്കിയ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, രാജ്യം വിട്ടു പോകാൻ വേണ്ടി പറഞ്ഞാൽ അതൊരു നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി സാധിക്കാതെ വരും. അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നു. അത് അമേരിക്ക അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, ഇസ്രായേൽ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. 2 വിഭാഗവും ഹമാസിൻ്റെ ആളുകൾ രാജ്യം വിട്ടു പോകണം എന്ന നിലപാട് ഇപ്പോൾ പറയുന്നില്ല. പകരം അവർ ആയുധം വെച്ച് കീഴടങ്ങണമെന്നും ഭരണ സംവിധാനത്തിൽ മാറി നിൽക്കണമെന്ന് പറയുന്നു. മാത്രമല്ല ട്രംപ് കുറച്ചുകൂടി കടന്നുകൊണ്ട് പറയുന്ന കാര്യം ഹമാസിൻ്റെ ആളുകൾ രാജ്യത്ത് തുടർന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നും അവർ പറഞ്ഞു വെക്കുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ കാര്യകാരണങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് ഗസക്കകത്ത് വരുന്ന സമയത്ത് അത് എങ്ങനെയാണെങ്കിലും ഇസ്രായേലിനൊരു ദോഷം ചെയ്യും. കാര്യം ഹമാസ് ആണെങ്കിലും അതല്ലാത്ത മറ്റ് സംഘടനയാണെങ്കിലും ഒരുപാട് 4-ലധികം സംഘടനകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് സായുധ സംഘമായിട്ട്. അതെല്ലാവരും ഇസ്രായേലിനെതിരെയുള്ള അവരുടെ നയങ്ങളും നിലപാടുകളും ഒറ്റ രീതി തന്നെയാണ്. ഇസ്രായേൽ ഇല്ലാതാകണമെന്നും പലസ്തീൻ സ്വതന്ത്രമാകണമെന്നും കൃത്യമായിരിക്കുന്ന അഭിപ്രായങ്ങളും നിലപാടുമുള്ളവരാണ് ഈ പറയപ്പെട്ട മറ്റെല്ലാ ഈ സംഘങ്ങളും. ആ സംഘങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഗസക്കാർ മുഴുവൻ എന്നുള്ള കാര്യം ഇസ്രായേലിന് അറിയാവുന്നതാണ്. അതുകൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് വന്നാൽ ഒരിക്കലും ഈ ഇസ്രായേലിനുള്ള സ്വാധീനം അവിടെ ഇല്ലാതാവും. കാര്യം എന്ന് പറഞ്ഞാൽ പുതിയൊരു ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ എന്ത് ചെയ്യണം, പുറകോട്ട് മാറി നിൽക്കണമെന്ന് ലോകരാജ്യത്തിൻ്റെ ഇടയിൽ അഭിപ്രായം വന്നാൽ അത് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം സ്വാഭാവികപരമായി ഇസ്രായേലുണ്ടാകും. അതവർക്ക് പേടിയാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷൻ വേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെ അവസാനിക്കട്ടെ.
ഭാവിയിൽ നമുക്ക് അതേക്കുറിച്ച് ആലോചിക്കാം എന്ന രീതിയിൽ പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിൻ്റെ നയങ്ങളും നിലപാടുകളും അത് അപ്പാടെ തന്നെ സ്വീകരിക്കാൻ വേണ്ടി മുസ്ലിം അറബ് രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഗസക്കകത്ത് ഏത് രാജ്യത്തിലെ സൈനികരാണ് വരേണ്ടത് എന്നുള്ളത് ഇസ്രായേൽ തീരുമാനിക്കും. അതിന് തുടർച്ചയായ രീതിയിൽ അമേരിക്ക പറയുന്ന കാര്യം ഇസ്രായേൽ തീരുമാനിക്കുന്ന നിലപാടായിരിക്കും ഇവിടെ വിജയിക്കാൻ, ഞങ്ങളതിന് പിന്തുണ നൽകും എന്ന് വെച്ചാൽ ഏത് രാജ്യത്തിന് സൈനികർ വരണം എന്നുള്ളത് ഇസ്രായേൽ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള സൈനികരെ മാത്രമേ ഇങ്ങോട്ട് വിടാൻ വേണ്ടി സമ്മതിക്കുകയുള്ളൂ എന്ന് യഥാർത്ഥത്തിൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറയുന്നു. ഇങ്ങനെ പരസ്പരം വ്യത്യാസമുള്ള രീതിയിലും അഭിപ്രായ ഭിന്നതയുള്ള രീതിയിലും കാര്യങ്ങൾ നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഏത് പക്ഷത്തു നിന്ന് ഏത് തരത്തിൽ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കണം എന്ന കാര്യത്തിൽ അവർക്കൊരു യോജിപ്പിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. കാരണം 23ഓളം രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന കരാർ വ്യവസ്ഥയാണ് ഈജിപ്തിൽ വെച്ചിട്ട് കഴിഞ്ഞ ആഴ്ച നടന്നത്. ആ കരാർ വ്യവസ്ഥ പ്രകാരം ഈ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർ ബന്ദികൾ മോചിപ്പിച്ചു, മരിച്ചു കിടക്കുന്ന മൃതദേഹം മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വലിയ ശ്രമങ്ങളും കാര്യങ്ങളും നടക്കുന്നു. ഇനി ശേഷിക്കുന്ന 12-13 മൃതദേഹങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിനു വേണ്ടിയിട്ട് ഈജിപ്തിൻ്റെ സംഘത്തോടൊപ്പം ഉള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാഗങ്ങൾ വളരെ ക്ലിയറാണ്. എന്നാൽ ഈ ഇസ്രായേലിൻ്റെ കൈവശത്തിലുള്ള പാലസ്തീനികളുടെ മൃതദേഹം അവർ വിട്ടു നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ രീതികളും ഭയാനകരമാണ്, ഭീകരമാണ്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത വിധം മോശപ്പെട്ടിരിക്കുന്നു. ചില മൃതദേഹങ്ങളിലകത്തൊന്നും ഈ ആന്തരികമായിരിക്കുന്ന അവയവങ്ങളില്ലാതെ വരുന്നു. അങ്ങനെ ഇവരുടെ കൃത്യമായിരിക്കുന്ന ഒരു പേരോ വിവരങ്ങളോ പോലും ഇസ്രായേൽ ഗസക്കാർക്ക് നൽകുന്നില്ല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരു ഇസ്രായേലിൻ്റെ മൃതദേഹം മാറിപ്പോയതിന് വലിയ രീതിയിലുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ രാജ്യമാണ് ഇസ്രായേൽ. എന്നാൽ പാലസ്തീനികൾ 56ഓളം മൃതദേഹങ്ങൾ ഒരു ഘട്ടത്തിൽ തന്നെ കൊടുത്തിട്ട് അതിലൊരാളുടെ പോലും പേരില്ല, അതേക്കുറിച്ച് വിവരങ്ങളില്ല, അതിനെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ചോദിച്ചിട്ട് കൃത്യതയോടുകൂടി മറുപടി പറയുന്നില്ല എന്ന് മാത്രമല്ല ഈ വെസ്റ്റ് ബാങ്കിലുള്ള പല ആളുകളുടെയും മൃതദേഹം എത്തുന്നത് ഗസയിലുള്ള പല ആളുകളുടെയും മൃതദേഹം എത്തുന്നത് വെസ്റ്റ് ബാങ്ക്. ഇങ്ങനെയാണ് കൈമാറ്റം പോലും ചെയ്യുന്നത്. ഇങ്ങനത്തെ വല്ലാത്ത രീതി ക്രിട്ടിക്കലായിരിക്കുന്ന പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അപ്പോൾ ഇസ്രായേൽ 100% സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അമേരിക്ക നിലപാടെടുത്തിട്ടും യഥാർത്ഥത്തിൽ അവർക്ക് വിജയിച്ചെടുക്കാനോ ലക്ഷ്യം കാണാനോ സാധിക്കുന്നില്ല എന്നുള്ളത് പ്രയാസമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ അനുഭവിക്കുന്നത്.